ശമ്പളത്തിന് നികുതി ഏർപ്പെടുത്താൻ ഒമാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ നീക്കം. അതേസമയം ഒമാൻ മാതൃക മറ്റ് 5 ഗൾഫ് രാജ്യങ്ങളും പിന്തുടർന്നാൽ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഒമാനിൽ 2025 വർഷം മുതൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്താനാണ് നീക്കം. 2020 ഇതു സംബന്ധിച്ച നിയമത്തിന്റെ കരട് തയ്യാറാക്കിയിരുന്നു. നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഷൂറ കൌൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൌൺസിലിന് കൈമാറി. ഇനി ഭരണകൂടത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് പിന്നാലെ 2025 നികുതി ഏർപ്പെടുത്താനാണ് നീക്കം. അതേസമയം ഭാവിയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും ആദായ നികുതി വന്നേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചന നൽകുന്നു. ഇന്ധന വരുമാനത്തിന് അപ്പുറത്തേക്ക് വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കണമെന്ന് രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങൾ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെ വർഷങ്ങളായി ഉപദേശിച്ചു വരുന്നുണ്ട്. അതിനാൽ ഒമാൻ മാതൃക 5 ഗൾഫ് രാജ്യങ്ങളും പിന്തുടർന്നാൽ പ്രവാസികൾക്ക് തിരിച്ചടിയാകും. വരുമാനത്തിന് നികുതിയില്ല എന്നതാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വേറിട്ടു നിർത്തുന്നത്. പ്രവാസികൾക്ക് ലഭിക്കുന്ന ശമ്പളം അത്രയും നികുതി നൽകാതെ ഉപയോഗിക്കാനാകും എന്നതാണ് ഗൾഫിന്റെ പ്രത്യേകത. ഇതാണ് ഈ നിയമം നടപ്പാക്കിയാൽ ഇല്ലാതാകുന്നത്. ആകെ 52 ലക്ഷം വരുന്ന ഒമാൻ ജനസംഖ്യയുടെ 42.3% പ്രവാസികളാണ്. അതായത് 22 ലക്ഷം പ്രവാസികളാണ് ഒമാനിലുള്ളത്. ഇവർക്കെല്ലാം വലിയ തിരിച്ചടിയാകുന്ന നീക്കമാണിത്. ജയ് ഹിന്ദ് ന്യൂസ്, ഒമാൻ.